കൃഷ്ണ മാം, രശ്മി മാം റെഡി അല്ലേ രണ്ടാളും? ഓക്കെ മാം. എവിടെ വീഡിയോ ഓൺ ചെയ്തോളൂ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ കൃഷ്ണ മാം. ഓക്കെ. ഹലോ, ഗുഡ് ഈവനിങ് എവരിവൺ. ഇന്ന് വിംബിൾ അക്കാഡമിയുടെ കീഴിൽ നടത്തി വരുന്ന ട്രെയിനേഴ്സ് ടോക്കിലെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. എൻ്റെ പേര് കൃഷ്ണശ്രീ. ഞാൻ ആയുർവേദ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് വരുന്നു. തിരുവനന്തപുരം ജില്ലയിലാണ് താമസിക്കുന്നത്. ഞാൻ നിലവിൽ 26th ബാച്ചിലെ ട്രെയിനി കൂടിയാണ്. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ ഈ വിംബിൾ അക്കാഡമിയെ കുറിച്ച് അറിയുന്നതും അങ്ങനെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തതും. ഇതിലെത്തും മുമ്പുള്ള ഞാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മൈക്കിലൂടെയൊക്കെ പൊതുവേദിയിൽ എന്തെങ്കിലും സംസാരിക്കേണ്ടി വരുമ്പോൾ ആകെ ടെൻഷനായിട്ട് കൈയും കാലമൊക്കെ വിറച്ച് ഒരു മൊത്തത്തിൽ കയ്യിന്ന് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. പറയാൻ വന്നതിൽ പകുതി പറയും, പകുതി പറയാതെ പോവും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ. അപ്പൊ ഇതിനൊരു മാറ്റം വരണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തത്. അങ്ങനെ ഫൈസൽ സാറിന്റെയും അർച്ചന മാമിന്റെയും ശിക്ഷണത്തില് ഒരു 0 to ഹീറോയിലേക്കുള്ള ഒരു യാത്രയിലാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് സാറ് അർച്ചന മാമും നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ നമ്മുടെ ഓരോ ക്ലാസ്സിലിരിക്കുന്ന ട്രെയിനേഴ്സിന്റെയും മനസ്സറിഞ്ഞാണ് മാം ക്ലാസ് എടുക്കുന്നത്. നമ്മുടെ ഒരു കുടുംബത്തിൽ എത്തിച്ചേർന്ന ഒരു ഫീലാണ്. അതുപോലെ തന്നെ ഒരു നല്ല ട്രെയിനർ ആകുന്നതോടൊപ്പം തന്നെ ഒരു നല്ല വ്യക്തി ആകുവാനും എന്നെ ഈ ക്ലാസ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ഒരു വെബിനാറിൽ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ളവർക്കാണ് ഈ 1 hour സെഷൻ ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പം ഈ ഇന്നത്തെ സെഷനിൽ അവതാരകയ്ക്ക് ഇൻട്രോ പറയുക എന്നുള്ളതാണ് എൻ്റെ ഈ പ്ലാറ്റ്ഫോമിലെ ഉത്തരവാദിത്വം. അപ്പം ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് രശ്മി ജോയ് പുറക്കാടൻ മാം ആണ്. മാമിന്റെ ഇന്നത്തെ ടോപ്പിക്ക് സൈക്കോ സോഷ്യൽ ഫസ്റ്റ് എയ്ഡ് എന്നുള്ളതാണ്. മാം നിലവിൽ ഒരു ക്ലിനിക്കൽ കൗൺസിലറായും സൈക്കോളജിസ്റ്റായിട്ടും വർക്ക് ചെയ്തു വരുന്നു. സ്വദേശം എറണാകുളമാണ്. നിലവിൽ കുടുംബത്തോടൊപ്പം ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. മാമിനെ ഈ ഒരു ടോപ്പിക്കിലെ എല്ലാ ആശയങ്ങളും വളരെ നന്നായിട്ട് ഓഡിയൻസിലേക്ക് കൺവേ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഒപ്പം ഏറെ ആദരവോടെ അതിലേറെ സ്നേഹത്തോടെ മാമിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത് ശ്രവിക്കാനായി എത്തിയിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു കൃഷ്ണശ്രീ മാം. നമ്മൾ എപ്പോഴും നമ്മൾ ഒത്തിരി കേരളത്തിന്റെ പ്രസന്റ് സിറ്റുവേഷൻ എന്താ? ഹലോ, ഓഡിബിൾ അല്ലേ? യെസ്, ഓഡിബിൾ ആണ് രശ്മി മാം. ഓക്കെ. ഇപ്പൊ പ്രസന്റ്ലി നമ്മൾ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ എന്താണ്? കേരളത്തിലായിക്കോട്ടെ, കേരളത്തിൽ ഒത്തിരി സ്ഥലത്ത് ഈ ദിവസങ്ങളിൽ നമ്മൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നം, മഴയുടെ പ്രോബ്ലംസ് ഒക്കെ. ഓക്കെ, അനസ് സാറും ബി സാറൊക്കെ പറയണ്ടേ വെള്ളപ്പൊക്കത്തിന്റെ മഴയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ എന്താ പറയാ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിലോട്ട് പോണതിന് മുമ്പ് ഞാൻ ചോദിക്കുന്ന കാര്യം, നിങ്ങൾ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? യെസ് മാം. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ പൊതുവെ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ ഉള്ള ആദ്യത്തെ പരിചരണം എന്നുള്ള രീതിക്കാണല്ലോ നമ്മൾ കേട്ടത്. ഓക്കെ, അർച്ചന മാം പറഞ്ഞത് താങ്ക് യു. അർച്ചന മാം പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഒരു ആക്സിഡന്റ് ഉണ്ടാവുക, പെട്ടെന്നൊരു അസുഖം, അങ്ങനെ നമ്മൾ ആദ്യം എന്ത് കൊടുക്കണം? ആ ഒരു കാര്യം ഫസ്റ്റ് നമ്മൾ മെഡിക്കൽ ഹെൽപ്പ് ആവശ്യമുള്ള ഒരു സമയം വരെ അവരെ നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് എത്തിക്കുന്നതിന് മുമ്പ് ഇത് കൊടുക്കുന്നത്. ഈ ഫസ്റ്റ് എയ്ഡ് ആർക്കൊക്കെ കൊടുക്കാൻ സാധിക്കും? അതറിയാം നിങ്ങൾക്ക്? ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ എന്തെങ്കിലും സ്പെഷ്യൽ റിക്വയർമെന്റ് ആവശ്യമുണ്ടോ?
നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് പോകാൻ പറ്റും. അതാ ഞാൻ ചോദിച്ചത്. ഡിപ്പെൻസ് ഓൺ ഫസ്റ്റ് എയ്ഡ് മോഡ്. അത് എത്രത്തോളം സിവിയർ ആണ്, എത്രത്തോളം സിമ്പിൾ ആണെന്ന് വെച്ചാൽ ആർക്കും ചെയ്യാം. സിമ്പിൾ ഫസ്റ്റ് എയ്ഡ് ആണെങ്കിൽ ആർക്കും ചെയ്യാം. അത് സിവിയർ ആകുന്നതോറും സ്പെഷ്യലൈസ്ഡ് ആളുകൾ വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഫ്രാൻസിസ് സാർ പറഞ്ഞത് ശരിയാണ്. താങ്ക് യു സാർ. നമ്മൾ പറഞ്ഞത് ശരിയാ. ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് നമുക്കിപ്പോൾ നോർമലി നമുക്ക് കൊടുക്കാം. ഒരാൾക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ഇത് വന്നു, അല്ലെങ്കിൽ ഒരു എമർജൻസി കേസ് വന്നു, നമുക്ക് കൊടുക്കാവുന്നുള്ളൂ. നമ്മളിപ്പോൾ ഈവൻ നമുക്കൊരു പാമ്പ് കടിച്ച് നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ എത്രയും പെട്ടെന്ന് ആ രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഈ ഫസ്റ്റ് എയ്ഡ് എന്നുള്ളത് ഫിസിക്കലാണോ മെന്റലാണോ ഉദ്ദേശിക്കുന്നത്? ബോത്ത്. ഓക്കെ, നമ്മള് ഫസ്റ്റ് എയ്ഡ് പറയുമ്പോൾ നമ്മൾ ഫിസിക്കലിയും പറയുന്നു, മെന്റലിയും പറയുന്നുണ്ട്. പക്ഷെ മെന്റൽ ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ചാൽ നമ്മൾ അധികം പറയാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ഫിസിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നമുക്കൊരു ആക്സിഡന്റ് പറ്റി, അപകടങ്ങൾ പറ്റി, പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോയി എത്തിക്കുന്നു അവരെ ഹോസ്പിറ്റലിലോട്ട്. അവിടെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് PSF എന്ന് പറയുന്നത്, സൈക്കോ സോഷ്യൽ ഫസ്റ്റ് എയ്ഡ്. കേട്ടിട്ടുണ്ടോ ഇതിനെക്കുറിച്ച് നിങ്ങൾ? യെസ് മാം. ഓക്കെ. ഈ സൈക്കോ സോഷ്യൽ ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ചാൽ നമ്മൾ ദുരന്തം, ഒരു നാച്ചുറൽ എന്തെങ്കിലും ആയിരിക്കും. ഇപ്പൊ വെള്ളപ്പൊക്കമാവാം, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ, ട്രെയിൻ ട്രാജഡി ആവാം, പ്ലെയിൻ ക്രാഷ് ആവാം, അങ്ങനെ എന്ത് ദുരന്തങ്ങൾ, ഇവൻ ഒരു ഡെത്ത് കൊണ്ടുള്ള ഒരു മരണം പോലും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ നമുക്കൊക്കെ പല രീതിയിലും നമ്മൾ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ എവിടെയെങ്കിലുമൊക്കെ നമുക്കോ നമ്മുടെ പ്രിയപ്പെട്ടവരോ കടന്നു പോയിട്ടുണ്ട്, ഉണ്ടാവുമല്ലോ. നിങ്ങൾക്കും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലേ? അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇപ്പോ 2018 വെള്ളപ്പൊക്കം അഫക്ട് ചെയ്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? 2019 മാഡം? യെസ് 19 യെസ് 18 എഫക്ട് ചെയ്തതല്ല. ബേസിക്കലി ഞാൻ അതിന്റെ ഒരു വർക്കിലുണ്ട്. അന്ന് ഞാൻ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ആയിരുന്നു ആ ഇയറിൽ. അപ്പം അന്ന് ഞങ്ങൾ വയനാട്ടിലൊക്കെ ഒരുപാട് വർക്ക്സ് ആയിട്ട് പോയിരുന്നു. ഓക്കെ, നമുക്ക് സാർ അവിടെ കണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എന്താണ് അവിടെ കണ്ട ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു? അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചെന്നപ്പോ കണ്ട അഫക്റ്റഡ് സിറ്റുവേഷൻ. ആയ ആൾക്കാരുടെ അടുത്ത് ഞങ്ങളിപ്പോ ഫ്ലഡ് ഓൾറെഡി പോയിരുന്നു. പക്ഷെ അവരുടെ പലരും പിന്നെ വീടുകൾ ഉണ്ടായിരുന്നില്ല, പലർക്കും ഡ്രസ്സുകൾ ഉണ്ടായിരുന്നില്ല ധരിക്കാൻ വേണ്ടിയിട്ട്. ഫുഡിന് വളരെ പ്രശ്നങ്ങളായിരുന്നു. കുട്ടികളൊക്കെ പലതരം ചെറിയ ചെറിയ രോഗങ്ങൾ, പനി, അങ്ങനെയുള്ള രോഗങ്ങൾ, ഡയറിയ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകും. ഇറ്റ് വാസ് എ വെരി ബാഡ് സിറ്റുവേഷൻ ദാറ്റ്. ഓക്കെ, സാറിനത് എക്സ്പീരിയൻസ്, അതായത് നമ്മളെ പേഴ്സണലി നമ്മളെ ബാധിച്ചിട്ടില്ല, പക്ഷെ എങ്കിൽ പോലും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു ബേൺ ഔട്ട് ആണ് സിറ്റുവേഷൻ കണ്ടിട്ടില്ല. നമുക്ക് കണ്ടു നിൽക്കുമ്പോൾ തന്നെ ഒരു വിഷമം തോന്നുന്ന ഒരു അവസ്ഥയല്ലേ? നമുക്ക് ആർക്കും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും കണ്ടു നിൽക്കാൻ പറ്റൂല. ആ ഒരു അവസ്ഥ ഇപ്പൊ അപ്പൊ ദുരന്തത്തിന് ശേഷം ഒരാളുടെ വ്യക്തിക്ക് അവരുടെ മനസ്സിന് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ഉണ്ട്. നമ്മൾ ഇമ്മീഡിയറ്റ് കെയർ, അതായത് ഫിസിക്കൽ സപ്പോർട്ട് പോലെ തന്നെ നമ്മൾ ഫിസിക്കൽ ഫസ്റ്റ് എയ്ഡ്, ഒരു മുറിവുണ്ടായി, ഒരു ഇഞ്ചുറി ഉണ്ടായി, അതിനെ നമ്മൾ എങ്ങനെയാ ട്രീറ്റ് ചെയ്യണം, അതുപോലെ നമ്മൾ നമ്മുടെ മൈൻഡിനെയും ട്രീറ്റ് ചെയ്യണം. അപ്പോഴും നമുക്ക് ഇപ്പൊ ഇന്നലെ തന്നെ നമ്മൾ കണ്ടു, ഇന്നലത്തെ ഒരു ഇൻസിഡന്റ് നമ്മൾ ഇന്ന് കുറെ റീൽസ് കണ്ടപ്പോൾ ഞാൻ ഇന്ന് കണ്ട ഒരു ന്യൂസ് കണ്ടത്, ഒരു കൂട്ടര് അവരുടെ ആടിനെ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് കേറില്ല. വെള്ളം മുങ്ങി, പക്ഷെ അവർക്ക് ആടിനെ റിക്കവർ ചെയ്തെടുക്കണം, അതുകൊണ്ട് അവര് വരില്ല എന്നൊരു വാശി. അതായത് പലപ്പോഴും നമ്മുടെ മൈൻഡ് പെട്ടെന്ന് കൈവിട്ട് പോണ സിറ്റുവേഷനാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ മഴവെള്ളം വരുന്നുണ്ടെന്ന് ഈ ആലപ്പുഴ കുട്ടനാട് ഏരിയയിലൊക്കെ എല്ലാവർക്കും അറിയാം, അതൊക്കെ സ്ഥിരമുള്ള മഴവെള്ളത്തിന്റെ ഏരിയ. എങ്കിൽ പോലും അവർക്ക് ആ ഒരു ഇതുണ്ട്. പക്ഷെ നമുക്ക് ഓരോ വർഷവും പ്രതീക്ഷയുണ്ടാവും, എങ്ങനെ പോവാൻ, മുൻകൂട്ടി പോവാന്നുള്ള പ്രതീക്ഷയുണ്ടാവും. ആ ഒരു സിറ്റുവേഷനാണ്. ഇപ്പൊ ഞാൻ 2018 പ്രളയത്തിന് ശേഷം 2019 ആ സെയിം ടൈം ആയപ്പോഴേക്കും അതായത് ആ ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഉള്ളതുകൊണ്ട്, PTSDയുടെ കുറച്ച് സിംറ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ എന്താ ചെയ്ത്, പിറ്റേ വർഷം PTSD മാത്രമല്ല, അവരുടെ സാധനങ്ങൾ നഷ്ടപ്പെടരുത് എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് അവർ ഓട്ടോമാറ്റിക്കലി എല്ലാ സാധനങ്ങളും മുകളിൽ കയറ്റി വെക്കുക, അങ്ങനെ കുറച്ച് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ 2018 ഞാൻ ആലുവ ആലങ്ങാട് പഞ്ചായത്തിന്റെ ഒരു വീടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ക്യാമ്പ് കോർഡിനേറ്റർ ആയിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി ആൾക്കാരെ സ്ട്രെസ്സും റിലീഫും ഒക്കെ നമ്മൾ അവിടെ നിന്ന് പോയത് എങ്ങനെ, വന്നത് എങ്ങനെ, ഇതെല്ലാം നമ്മൾ A to Z അവരുടെ ഒരു ജീവിതത്തിൽ മാറ്റം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, എൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ ഫാമിലിയിലായാലും ഞങ്ങളെ അഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി കുറെ പേര് അഫക്ട് ചെയ്ത ആൾക്കാരുണ്ട്, ഒറ്റപ്പെട്ടു പോയ ആൾക്കാരുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടു. അവർക്കൊക്കെ ഒന്ന് റിക്കവർ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് വരാനായിട്ട് ഒത്തിരി ഉണ്ട്. ഇത് ഫ്ലഡ് മാത്രമല്ല, എന്ത് പ്രകൃതി ദുരന്തം ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിലൊക്കെ നമുക്കത് സാധിക്കുന്നുണ്ട്. അപ്പൊ
നമ്മൾ ഇങ്ങനെ ഒരു ദുരന്തം, എന്തെങ്കിലും ദുരന്തങ്ങൾ, നാച്ചുറൽ ഡിസാസ്റ്റർ ഒക്കെ വരുമ്പോൾ അവിടെ കൊടുക്കുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. ഈ ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൗൺസിലിംഗ് അല്ല, തെറാപ്പിയും അല്ല. ഇത് ആർക്ക് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് അറിയോ? ഈ ഫസ്റ്റ് എയ്ഡ് ആർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന്? അതായത് സൈക്കോ സോഷ്യൽ ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, ഇത് ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും എന്ന ഐഡിയ നിങ്ങൾക്കുണ്ടോ? നോർമൽ സോഷ്യൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ കൊടുക്കാൻ പറ്റില്ല. ഹെൽപ്പേഴ്സ് ആയിട്ട് അവിടെ എത്തിയവർക്ക്, സഹായിക്കാൻ എത്തിയവർക്കൊക്കെ അത് കൊടുക്കാൻ പറ്റില്ലേ? ഓക്കെ, പ്രിലിമിനറി ഫ്രാൻസിസ് സാർ. സ്റ്റേജ്. ആർക്ക് വേണമെങ്കിലും കൊടുക്കാലോ. ഓക്കെ, അർച്ചന മാം പറഞ്ഞു, ഫ്രാൻസിസ് സാർ പറഞ്ഞു, നോർമൽ സോഷ്യൽ വർക്കർ അങ്ങനെ ആരും ആവണമെന്നില്ല. നമുക്ക് ഈവൻ നമ്മുടെ വീട്ടിലുള്ള ചിലപ്പോൾ ഒരാൾക്ക് പോലും ആയിരിക്കും അവിടെ നമുക്ക് കൊടുക്കാം. ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്ന് വെച്ചാൽ ആർക്കും, അതായത് നോർമൽ ഫിസിക്കൽ ഫസ്റ്റ് എയ്ഡ് പോലെ തന്നെയാണ് സൈക്കോ സോഷ്യൽ ഫസ്റ്റ് എയ്ഡും. അതും ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അവിടെ അവരെ എങ്ങനെ നമ്മൾ ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരുന്നു, അവരൊന്ന് കാമാക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യമുള്ളൂ. അതിന് നമുക്ക് WHO 3 പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. എന്താ പറയാ, PSFയുടെ 3 പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ലുക്ക്, ലിസൺ, ലിങ്ക്. മനസ്സിലായോ? ലുക്ക്, ലിസൺ, ലിങ്ക്. കിട്ടിയോ നിങ്ങക്ക്? ആർക്കാണോ സഹായം വേണ്ടത് അവരിലോട്ട് നമ്മൾ നോക്കുക. ഇപ്പൊ നമുക്കറിയാം, ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ എന്താ പറയാ, സേഫ്റ്റി ആയിരിക്കും, പരിക്കായിരിക്കും, പരിക്ക് പറ്റി അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായ ഒരു ബാധ്യതയിലേക്ക് നമ്മളൊരു നോട്ടം എത്തിക്കുക. അവിടുന്ന് അവരെത്രയും പെട്ടെന്ന് പുറത്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ അവിടുന്ന് അവരെ റിക്കവറി ചെയ്ത് മാറ്റി പാർപ്പിക്കുക. അവിടെയാണ് നമ്മൾ ലുക്ക് എന്നുള്ളൊരു കാര്യം പറയുന്നത്. ലുക്ക് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുക, അവരുടെ ചുറ്റുപാട് നോക്കുക. പലപ്പോഴും ഒറ്റപ്പെട്ടു പോണ ആൾക്കാരുണ്ടാവും, ഇവരെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക. നമുക്കറിയാം, ഇപ്പോ പ്രളയത്തിന്റെ സമയത്ത്, ഞാൻ പ്രളയത്തിനെ കുറിച്ച് എടുത്തു പറഞ്ഞ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു ഇതായതുകൊണ്ട്, നമ്മൾ രാത്രി ഞാൻ പറയാം, August 14 ഞങ്ങളുടെ ടൈമിൽ ആ പ്രളയത്തിന്റെ ഇത് പറഞ്ഞു. അന്ന് രാത്രി അല്ലെങ്കിൽ പിറ്റേ ദിവസം വരെ തിരിച്ച് ആൾക്കാരെ കൊണ്ടുവന്ന സിറ്റുവേഷൻ ഉണ്ട്. പല സ്ഥലത്തുനിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന്, അല്ലെങ്കിൽ പല വെള്ളപ്പൊക്കത്തിന്റെ ഏരിയയിൽ നിന്ന് കൊണ്ടുവന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതാ ഞാൻ പറയുന്നത്, അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മൾ ഇവരെ നോക്കി കണ്ടുപിടിക്കുക. ചിലപ്പോൾ അവർക്ക് അറിയാൻ പറ്റും. നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, എന്റെ ഇന്ന ആള്, അല്ലെങ്കിൽ എന്റെ വീട്ടിലാരെങ്കിലും, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമ്മളോട് ബന്ധപ്പെട്ട ആരെങ്കിലൊക്കെ അവിടെ ഉണ്ടാവും. അവരെയൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റൂല. ആ ഒരു ട്രോമാറ്റിക് സിറ്റുവേഷനിൽ ഒരാൾക്ക് പറയാൻ പറ്റില്ല, അവിടെയുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, പലപ്പോഴും യുദ്ധങ്ങൾ കഴിഞ്ഞിട്ട് 2-3 ദിവസം അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞിട്ട്, ആഴ്ചകൾ കഴിഞ്ഞിട്ടൊക്കെ ചിലവര് ജീവനോടെ നമുക്ക് കിട്ടുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ കൈ കണ്ടു, അങ്ങനെ പലരും നമ്മൾ രക്ഷാപ്രവർത്തകര് പലപ്പോഴും നോക്കി നടന്ന് എടുക്കുക. അവരെ കണ്ടുപിടിച്ച് നമ്മൾ പുനരധിവസിപ്പിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ലുക്ക് എന്ന് പറയുന്നത് അവരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് മാറ്റുക. അവരുടെ സേഫ്റ്റി, പ്രൈവസി, ഇതെല്ലാം നമ്മൾ എന്താ പറയുക, പ്രൊവൈഡ് ചെയ്യുക. അതാണ് ലുക്ക് നമ്മൾ പറയുന്നത്. ലിസൺ എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ കാമിലി, നമ്മൾ അവരോട് കൂടെ ഉണ്ടായിരിക്കുക. അല്ലാതെ അവരോട് ചെന്നിട്ട് എന്താ പറ്റിയേ, ഇന്നിപ്പോ നമുക്കറിയാം ഓൾറെഡി വെള്ളപ്പൊക്കമാണ്, വെള്ളം കയറി, വെള്ളപ്പൊക്കം മീൻസ് അല്ലെങ്കിൽ ഒരു ട്രെയിൻ ആക്സിഡന്റ്. ഇനി വെള്ളപ്പൊക്കം പറഞ്ഞ് എല്ലാവർക്കും ഒരു ഇത് വേണ്ട. ട്രെയിൻ ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സംഭവിച്ചു, നമുക്കറിയാം ഇന്നതാണ് സംഭവിച്ചേക്കണത്. അല്ലെങ്കിൽ ഒരു നിയോനാറ്റൽ ലോസ്, നമുക്ക് എന്ത് വേണമെന്ന് പറയാൻ തന്നെ. ഇപ്പൊ ഒരു പ്രഗ്നൻസി ടൈമിൽ ഒരാൾക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടും, അങ്ങനെ എന്തെങ്കിലും വന്നു, അല്ലെങ്കിൽ നമുക്കറിയാം ഇതെന്താ സംഭവിച്ചേക്കണത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് വീണ്ടും ചോദിക്കും. ചില ആൾക്കാർ ചോദിക്കില്ലേ, മരിച്ച വീട്ടിൽ ചെന്നിട്ട് നമുക്കറിയാം ആക്സിഡന്റ് ആണ് പറ്റിയത്, എല്ലാ സംഭവവും ഉണ്ട്. അവിടെ ചെന്നിട്ട് ചോദിക്കും, ഇതെന്താ പറ്റിയത് നിങ്ങൾക്ക്? ഒന്നും കൂടി അവരെ കൊണ്ട് അത് വിവരിപ്പിക്കാൻ നോക്കും. സിമ്പതറ്റിക് ആണോ, അത് എമ്പതറ്റിക് ആണോ? ഹലോ, എംപത്തറ്റിക് ആണല്ലേ മാഡം? ഇല്ല, നമ്മള് അവരെ കൊണ്ട് വീണ്ടും സിമ്പത്തറ്റിക് ഇതാണ് സിമ്പതറ്റിക്. അത് അർച്ചന മാം, ഫ്രാൻസിസ് സാറാണ്. എമ്പതറ്റിക് ആവണത് നമ്മള് അവിടെ അവരുമായിട്ട് അവരുടെ പൊസിഷനിൽ നിന്ന് നമ്മൾ അവരുടെ കാര്യങ്ങൾ അറിയുമ്പോഴാണ്. അതായത് നമ്മൾ അവരുടെ ചെരുപ്പിട്ട് നമ്മൾ നിൽക്കുക എന്ന് പറയില്ല, അവർ നിൽക്കുന്ന സ്റ്റേറ്റിൽ നിന്നിട്ട് അവരെ ആശ്വസിപ്പിക്കുക, അവരുടെ കൂടെ നിൽക്കുമ്പോൾ എമ്പതറ്റിക് ആവും. സിമ്പതറ്റിക് ആവുന്ന വെച്ചാൽ നമ്മൾ അവിടെ ചെന്ന്, ശരിയല്ല, നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചില്ല, ഞങ്ങൾക്ക് അത് വിഷമമുണ്ട്, എന്നാലും എന്താ പറ്റിയ ചേട്ടൻ, എന്താ പറ്റിയേ, എന്തുകൊണ്ടാ സൂയിസൈഡ് ചെയ്തേ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിൻപുറങ്ങളിലായാലും, നമ്മുടെ എവിടെയായാലും, നാട്ടിൻപുറങ്ങളായാലും ടൗൺ ആയിക്കോട്ടെ, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചെന്ന് സംസാരിക്കും. നമ്മൾ എന്താ പറയണത്, നമ്മൾ ഭയങ്കര എമ്പതറ്റിക് ആണ് എന്ന് കാണിക്കുന്നത്, പക്ഷെ നമ്മളവിടെ കാണിക്കുന്നത് അവരോട് സിമ്പതറ്റിക് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത്രയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത്, ലിസൺ എന്ന് പറയുമ്പോൾ നമ്മൾ എമ്പതറ്റിക് ലിസണിങ് ആ പറയുന്നത്, സിമ്പതറ്റിക് അല്ല. അവരുടെ ഈ സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ ചോദിക്കുന്നില്ല. ഒരാൾ ആ സിറ്റുവേഷനിൽ ഓൾറെഡി സ്റ്റക്കായി നിൽക്കുക, വീണ്ടും ചെന്നിട്ട് നമ്മൾ ആ സിറ്റുവേഷനെ കുറിച്ച് ചോദിക്കുന്നത് ശരിയാണോ?
അപ്പൊ നമ്മൾ അത് പറയാതെ നോർമലായിട്ട് അവരെ കേൾക്കുക. ചിലപ്പോൾ അവരെ കൂടെ ഒന്ന് ഇരുന്നാൽ മതി. ചിലപ്പോൾ ഇപ്പൊ അമ്മാമ്മമാരും അവരൊക്കെ ഉണ്ടാവും, കുറെ വയസ്സായവരും ചിലപ്പോൾ കുട്ടികളുണ്ടാവും. ഈ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെങ്ങനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം, കുട്ടികളുടേതായ രീതിയിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അവരൊന്ന് സേഫ് ആക്കുക. അവർക്ക് വല്ല ടോയ്സോ അല്ലെങ്കിൽ അവർക്ക് വല്ല ആക്ടിവിറ്റീസ് ഒക്കെ കുറച്ചധികം കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പൊ പ്രായമായവരാണെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക്. എന്താ പറയാ, നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് അവരോട് കൂടെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു പ്രൊവൈഡ് ചെയ്യും. അത് ഒരു സൈക്കോളജിസ്റ്റ് പ്രൊവൈഡ് ചെയ്യേണ്ട, സോഷ്യൽ വർക്കർ പ്രൊവൈഡ് ചെയ്യേണ്ട, സാധാരണ ഏതൊരാൾക്കും ചെയ്യാവുന്ന ഒരു കാര്യം. ഹ്യൂമൻ, അതായത് മനുഷ്യത്വമുള്ള ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്കാണ് ലിസൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു, ലുക്ക് പറഞ്ഞു, ആർക്കാണോ സഹായം വേണ്ടത് അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക, അവരെ നമ്മൾ തിരിച്ച് സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ എത്തിക്കുക. ലിസൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ആയിരിക്കുക, അവരെ കേൾക്കുക, അവരെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ അത് നോർമലായിട്ട് നല്ല രീതിയിൽ കേൾക്കുക. അവരോട് ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്, നിങ്ങൾക്ക് അത് വന്നത് അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറയും. അവർ പറയുമ്പോ അത് നിങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നു എന്നുള്ള ചിന്തയൊന്നുമില്ലാതെ അവരുടെ സിറ്റുവേഷനിൽ നമ്മൾ അവരെ ജെന്യുവനായിട്ട്, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണമെങ്കിൽ രണ്ട് ഫേക്ക് ആവാ ജെന്യുവിന് നമുക്ക് തീരുമാനിക്കാം. നമ്മൾ കേൾക്കേണ്ടത് ജെന്യുവിൻ ആയിട്ടാണോ. ഇവിടെ നിങ്ങൾ എല്ലാവരും പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ആണ്. പല രീതിയിലുള്ള ട്രെയിനിങ് മേഖലകളിലും പല സമൂഹത്തിന്റെ വിവിധ രംഗങ്ങളിലും ഇടപഴകുന്നവരാണ്. അപ്പൊ നിങ്ങൾക്കും അറിയാം എങ്ങനെയായിരിക്കണം നമുക്ക് പെരുമാറണം. നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആ ഒരു നോൺ ജഡ്ജ്മെന്റൽ അല്ലെങ്കിൽ ആക്റ്റീവ് ലിസണിങ്, ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞു നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ലിസൺ കാംലി ആൻഡ് നോൺ ജഡ്ജ്മെന്റൽ വേ നമുക്ക് അവരെ ലിസൺ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെയാണ് ലിങ്ക് എന്ന് പറയുന്നത്, ബന്ധിപ്പിക്കുക അല്ലെങ്കിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇവർക്ക് ഫാമിലി ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയ ആൾക്കാരുണ്ടാവും. അവരുടെ ഫാമിലി ചിലപ്പോൾ ഒരു സ്ഥലത്തായിരിക്കും, വേറെ സ്ഥലത്തായിരിക്കാം. അല്ലെങ്കിൽ ഇവരിപ്പോ ഒരു അപകടം നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പുറത്ത് വെച്ചൊരു അപകടം നടന്നു, അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടേക്ക് അവർക്ക് ചിലപ്പോൾ ഓർമ്മ വരുള്ളൂ. പക്ഷെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ നിന്ന് എടുക്കാനുണ്ടെങ്കിൽ അതെല്ലാം ഇതാക്കിയിട്ട് നമുക്ക് അങ്ങനെയുള്ള കുറച്ച് എന്താ പറയാ അവരുടെ ലിങ്ക് കണക്ട് ചെയ്യുക, എങ്ങനെയെങ്കിലും ഒക്കെ കളക്ട് ചെയ്യുക. ഇന്ന ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് കാണുന്നുണ്ട്, ലുക്ക് ഔട്ട് നോട്ടീസ് കാണും, ആള് തിരിച്ചറിയാനായിട്ടില്ല, അപ്പൊ ആൾക്ക് ബോധമില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കാണുന്നതാ ഡെയിലി സോഷ്യൽ മീഡിയയിലും പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. അപ്പൊ അവരെ നമ്മൾ കണക്ട് ചെയ്യാനുള്ള ഒത്തിരി സോഴ്സസ് ഉണ്ട്. അങ്ങനെ കണക്ട് ചെയ്യുക. വേറൊരു രീതിയിലെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് നാച്ചുറൽ ഡിസാസ്റ്റർ ആയിക്കോട്ടെ, അപകടം നടന്ന അവരെ വേണ്ടപ്പെട്ട അതോറിറ്റികളുമായിട്ട് കണക്ട് ചെയ്യുക. ഹെൽപ്പ് ലൈൻ ഉണ്ടാവും, സർവീസ് ഡെസ്കുകൾ. ഇപ്പൊ ചിലപ്പോൾ നമ്മളിപ്പോ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ സ്ഥലത്തേക്ക് നമ്മൾ പേര് എഴുതി കറക്റ്റ് എടുക്കുക, ഇന്ന വീട്ടിൽ ഇത്ര പേരുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പൊ അവിടെ നിന്ന് ഒരാൾ, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കും, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ്, ഇവരൊക്കെ പറയും ആ വീട്ടിൽ ഇന്ന ആളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണക്കെടുക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവണത് മിസ്സിംഗ് ഉണ്ടോ. ഇതെല്ലാം നമ്മൾ ലിങ്ക് ചെയ്യുമ്പോൾ, ബന്ധിപ്പിക്കുമ്പോൾ മാത്രം, അതായത് കണക്ട് ചെയ്യുമ്പോൾ മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് എപ്പോഴും നമ്മുടെ കോർ പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ ഓർമ്മയുണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞു, ഇത് PSFA എന്ന് വെച്ചാൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഒരാൾക്കും സ്പെഷ്യൽ ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല. ഇന്ന സാധനം ഉണ്ടെങ്കിൽ മാത്രമേ, ഞാൻ പഠിച്ചിട്ടില്ല, സോഷ്യൽ വർക്ക് പഠിച്ചിട്ടില്ല, സൈക്കോളജി പഠിച്ചിട്ടില്ല, അതുകൊണ്ട് കൗൺസിലിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അതുകൊണ്ട് എനിക്ക് PSFA ചെയ്യാൻ പറ്റില്ല. PSFA എന്ന് വെച്ചാൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അതിന് 3 കോർ പ്രിൻസിപ്പിൾസ് ഉണ്ട്: ലുക്ക്, ലിസൺ, ലിങ്ക്. ഇത്രയും എല്ലാവർക്കും കിട്ടിയില്ലേ? ക്ലിയർ ആയില്ലേ? ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഇല്ല മാം. ഇല്ല ഇല്ല. മാഡം. മാം, ഇറ്റ്സ് ഓക്കെ, ഓക്കെ, ക്ലിയർ, വെരി ക്ലിയർ. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് അവര് ഇത്ര ലിങ്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് PSFക്ക് കുറച്ച് കാര്യങ്ങളോട് വരുന്നുണ്ട്. ഇവരെ നമുക്ക് സേഫ്റ്റിക്കും നമ്മൾ നോക്കുന്നുണ്ട്. 5 എയിംസ്, ലക്ഷ്യങ്ങളായിട്ട് പോകുന്നുണ്ട്. മറ്റേത് കോർ പ്രിൻസിപ്പിൾസ് ആയിട്ട് ഞാൻ പറഞ്ഞത് 3 പറഞ്ഞത്. അത് കൂടാതെ നമുക്ക് ലക്ഷ്യങ്ങളുണ്ട്, സേഫർ എന്ന് പറഞ്ഞിട്ട്. ഇവരെ സേഫ്റ്റി നമ്മൾ പറയണ കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ റിപ്പീറ്റ് ചെയ്ത് വന്നത്. എങ്കിൽ പോലും കുറച്ചും കൂടി ഒരു PSFയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ നമ്മൾ സേഫ്റ്റി പ്രദാനം ചെയ്യണം. സേഫർ എന്ന് വെച്ചാൽ ഫസ്റ്റ് S സ്റ്റാൻഡ് ഫോർ സേഫ്റ്റി. നമ്മൾ ഇവരെ ഫിസിക്കലി എന്താ പറയാ, ഒരു സേഫ്റ്റി, നിങ്ങൾ സേഫ് ആണ്, നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ആ ഒരു ലെവലിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നല്ല, മീൻസ് ഞാൻ പറഞ്ഞത് അർത്ഥം മാറിയെടുക്കല്ലേ. നിങ്ങളിപ്പോ അവിടെ നിന്ന് രക്ഷിച്ച് നിങ്ങൾ ഇനി ഇവിടെ നിൽക്ക്, നമുക്ക് റീബിൽഡ് ചെയ്യാം എന്നുള്ളൊരു അവസ്ഥ. അതായത് നിങ്ങൾ അനുഭവിച്ചൊന്നൊന്നുമല്ല എന്നല്ല പറയണത് നമ്മളോട്. ചിലർ പറയല ആ കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കണല്ലേ. നമ്മൾ അങ്ങനെ പേഴ്സണലൈസ് ചെയ്ത് പറയാൻ സാധിക്കില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ഫീലിംഗ് മറ്റൊരാളുടെ ഫീലിംഗും സെയിം ആയിരിക്കുമോ? ഒരു ഇല്ല. എക്സാമ്പിൾ ഒരു കുട്ടി എക്സാമിന് തോറ്റു. ആ കൊച്ചിനെ സംബന്ധിച്ച് എക്സാമിന് തോക്കാന്ന് വെച്ചാൽ വലിയ വിഷയമല്ല.
എന്നാൽ വേറൊരു കൊച്ചിനെ സംബന്ധിച്ച് എക്സാമിന് തോറ്റു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് നീറ്റിന്റെ എക്സാം റിസൾട്ട് വന്നപ്പോൾ പല കുട്ടികളും ഈ ചോദ്യപേപ്പർ ചോർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് സൂയിസൈഡ് ചെയ്ത പിള്ളേരുണ്ട്, എന്നാൽ വെറുതെ ഇരുന്ന പിള്ളേരുണ്ട്, ട്രീറ്റ്മെന്റ് എന്താ പറയാ ഡിപ്രസീവ് ആയ പിള്ളേരുണ്ട്, പല സ്റ്റേജിലൂടെ കടന്നുപോയ പിള്ളേർ നമ്മൾ നമ്മുടെ ഇതിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താ പറയാ പലരുടെയും ഒരാളുടെ മെന്റൽ സ്റ്റേറ്റ്മെന്റ് അല്ല അടുത്ത ആളുടെ മെന്റൽ ഹെൽത്ത് വരുന്നത്. അത് മെന്റൽ ഹെൽത്തിൽ മാത്രമേ എല്ലാവരും, അതായത് ഓരോ ഇൻഡിവിജ്വലും യൂണീക്ക് ആണ്, ഓരോ ഇൻഡിവിജ്വലും വെവ്വേറെയായ അവരുടേതായ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് ഇത് എല്ലാവർക്കും സംഭവിച്ചതല്ലേ, വെള്ളം കയറി എല്ലാ വീട്ടിലും കയറില്ല, പിന്നെ നിങ്ങളുടെ വീട്ടിൽ മാത്രമേ വെള്ളം കയറിയിട്ട് എന്താ പ്രത്യേകത? അവർക്ക് ചിലപ്പോൾ അവരുണ്ടാക്കി വെക്കുന്ന സാധനങ്ങളും അവരുടേതായ കുറെ സാധനങ്ങൾ നമുക്ക് എത്ര വന്നാലും ചിലപ്പോൾ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണ്. ഇമോഷണൽ അറ്റാച്ച്മെന്റ് നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾക്കൊക്കെ വളരെ കൂടുതലാണ്. നമ്മൾ നോക്കിക്കോ എവിടെയെങ്കിലും നമ്മൾ എന്താ ഒന്ന് ഇപ്പൊ നിങ്ങളൊന്ന് സ്ഥലം മാറി പോകണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഗൾഫിലൊക്കെ കഴിഞ്ഞു എവിടെയെങ്കിലൊക്കെ പോലും നമ്മൾ പലപ്പോഴും നമ്മുടെ പെട്ടിയിൽ നോക്കിയ കുറെ സാധനങ്ങൾ ആവശ്യമില്ലാത്തതുണ്ടാവും. ഇവ നിങ്ങളുടെ വീടുകളിൽ എങ്ങും പോവണ്ട, സ്ഥലം നോക്കണ്ട, നിങ്ങളൊന്ന് നിങ്ങളുടെ മുറിയിൽ അടിച്ചു വരയ്ക്കേ, ഒരു ക്ലീനിങ്ങിന് ഉള്ളൊരു സ്കോപ്പ് നിങ്ങളുടെ മുറിയിലുണ്ടോ? ഹലോ, എന്തെങ്കിലും യെസ് ഓൾവേസ്. ഉണ്ട്. ഉണ്ടാവില്ലെന്ന് ആരും പറഞ്ഞു? ഓക്കെ, ഉണ്ടാവില്ലെങ്കിൽ നല്ല കാര്യം. ഇപ്പൊ നമ്മളെയൊക്കെ പറഞ്ഞ് നമ്മൾ പറയാ ചിലപ്പോൾ ആ മെമ്മറി ആയിട്ട് സൂക്ഷിച്ചു വെച്ചേക്കുന്നത്, ഈ മെമ്മറി ആയിട്ട് സൂക്ഷിച്ചു വെച്ചേക്കുന്നതായിരിക്കും. ഇവ ഞാൻ പറയാം കേട്ടോ, എന്റെ ഈ വെള്ളപ്പൊക്കത്തിന്റെ കാര്യം പറയുമ്പോ എന്റെ സിസ്റ്റർ ആട്ടോ, പുള്ളിക്കാരത്തി ഇങ്ങനെ ഫസ്റ്റ് തൊട്ടുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതായത് മാരേജ് കണ്ട് ആദ്യം മേടിച്ച സാധനം, ഈ മേടിച്ച സാധനം. അപ്പൊ ഞാൻ പറയും നമ്മൾ എന്തിനാ ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണമെന്ന് ചോദിക്കും. അപ്പൊ ഇതൊക്കെ സൂക്ഷിച്ചു ലാസ്റ്റ് വെള്ളം കയറിയ സമയത്ത് ഇതെല്ലാം നഷ്ടപ്പെടുക. പിന്നെ അതിനോടൊരു പറയുമ്പോ എന്താ പറയാ ആ ഒരു കാര്യങ്ങള് കുറച്ച് നമ്മള് ചില കാര്യം അത് നമ്മൾ എന്താ പറയാ ക്ലീൻ ചെയ്യാനായിട്ട് പലപ്പോഴും അത് സേഫ്റ്റിയിൽ നമ്മൾ എന്താ പറയാ അത് ഞാൻ പറഞ്ഞു വന്നത് കാര്യം ഇതാണ്, നമ്മൾ സേഫർ എന്ന് പറഞ്ഞു. പലരുടെയും ഇമോഷൻസ് വ്യത്യാസമായിരിക്കും, അതുകൊണ്ട് ചെന്ന് പറയരുത് നീ ഓക്കെ അല്ല, നിനക്ക് മാത്രമല്ല പ്രശ്നം, എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടല്ലോ, പിന്നെ അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ആ ഒരു വാക്ക് യൂസ് ചെയ്തിരിക്കുക. കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്കിത് തരണം ചെയ്യാം. അത് എനിക്ക് ഇത്തിരിയും കൂടി സേഫ് ആയിട്ടുള്ള വാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയണതും ഞങ്ങൾ കൂടെയുണ്ട്, ഇതിൽ ഏതാ നല്ല വാക്ക്? കൂടെയുണ്ട്. കൂടെ കൂടെയുണ്ട്. ഉണ്ട്, കൂടെ ഉണ്ട്. ഓക്കെ, കൂടെ ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഫ്രാൻസിസ് സാർ, അർച്ചന മാം ഒക്കെ പറഞ്ഞു. താങ്ക് യു മാം, താങ്ക് യു സാർ. നമ്മൾ പറഞ്ഞു അത് തന്നെയാണ് നമുക്ക് എപ്പോഴും നല്ലത്. നമ്മൾ ഒരാളുടെ കൂടെ നിൽക്കുന്നതും അവരുടെ അപ്പുറത്തുനിന്ന്, അതായത് എമ്പതറ്റിക്കും സിമ്പതറ്റിക്കും അത് വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ വരുന്നത് ആമിങ് ഓർ കാമിങ്, ശാന്തത. അപ്പൊ അവരെ നമുക്ക് എന്താ പറയാ ശാന്തമായിട്ടുള്ള സിറ്റുവേഷനിലോട്ട് മാറ്റുക. അവർക്ക് വേണ്ടിയിട്ടുള്ള കുറെ എന്താ പറയാ ചിലപ്പോൾ ചെറിയ ചെറിയ എക്സസൈസ് അവരുടെ ഒപ്പം ഇരുന്നിട്ട് വേണമെങ്കിൽ വല്ല ബ്രീത്തിങ് എക്സസൈസ്, ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ അവരുടെ സിറ്റുവേഷൻ എന്താ ചിലപ്പോൾ മെഡിസിൻ എടുക്കുന്ന രോഗികൾ പേഷ്യൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ പല രീതിയിലുള്ള പല അസുഖങ്ങൾ. അപ്പൊ അവർക്ക് എന്താ വേണ്ടത്, അവരുടെ കൂടെ ഇരുന്നിട്ട് ഒരു ശാന്തമായിട്ട് അവരുടെ കൂടെ തന്നെ ഉണ്ടാവുക, അവരെ ഒന്ന് കാമാക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ നമുക്കുണ്ടാവും. ചിലപ്പോൾ നമ്മൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഒരു ടച്ച് മതിയാവും ചിലപ്പോൾ ഒന്ന് കാമാവാനായിട്ട്. ടച്ച് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു സംസാരമൊക്കെ ഞങ്ങൾ കൂടെ ഉണ്ട് അത് പറയുമ്പോൾ തന്നെ അവർക്ക് ഒരു ആശ്വാസം ഉണ്ടാവും. ആരും ഇല്ല എന്നുള്ള തോന്നലിൽ നിന്ന് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ. അപ്പൊ അതിലിപ്പോ നമുക്ക് 4-7-8 ബ്രീത്തിങ് മെത്തേഡ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ്, അത് നമ്മൾ സിറ്റുവേഷന് അനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ട് മാത്രം ചെയ്യാം. എല്ലാം നമ്മൾ അടിച്ചിട്ടുണ്ട് എന്നാൽ ശരി നമുക്കൊരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്യിക്കരുത്. നമുക്ക് അവരുള്ള ആൾക്കാരുടെ സിറ്റുവേഷൻ എന്താണ്, അവരെങ്ങനെ പോണ്, അവരിതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ആ ഒരു ഇതില് 4-7-8 ബ്രീത്തിങ് എക്സസൈസ് ചെയ്യണം. ഇപ്പൊ നമുക്ക് അവരോട് പറയാം നിങ്ങൾ കറക്റ്റ് ആണ്, ഓക്കെ ആവും, നമുക്ക് ഓക്കെ ആക്കാം, ഒന്ന് ഞാൻ സുരക്ഷിതനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ബ്രീത്തിങ് എടുക്കുക. അങ്ങനെ എന്തെങ്കിലും പല രീതിയിൽ നമുക്ക് ചെയ്യിക്കാന്നേ ഉള്ളൂ. അത് ഇത് മാത്രമല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് ബ്രീത്തിങ് എക്സസൈസ്. അതല്ലെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് അവരോടൊന്ന് വെറുതെ ഇരുന്നിട്ട് അവരുടെ ഇമോഷൻസ് എന്താ പ്രസന്റ് വരുന്നത് അത് നമ്മൾ വെറുതെ ഇരുന്ന് കേൾക്കുക. അവർ പറയണ ചിലപ്പോൾ ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ പഴയ കാര്യം, അതൊക്കെ പറയും. നമ്മളിന്ന് അവരുടെ കൂടെ ഉണ്ടായിരിക്കുക, അതിനെ കാമിങ് ശാന്തമാക്കാനായിട്ട് അവരുടെ കൂടെ ഇരിക്കുക. പിന്നെ വരുന്ന ഫങ്ഷനിങ് എന്ന് പറഞ്ഞിട്ടാ പ്രവർത്തനം, അവരുടെ എന്തൊക്കെ നമുക്ക് ഫങ്ഷനിങ് ആ പ്രവർത്തനം, അത് ചിലപ്പോൾ സ്ലീപ്പ്, ഫുഡ്, അവരുടെ മെഡിസിൻ, ഇതെല്ലാം നമ്മൾ കാര്യക്ഷമമായിട്ട് എത്തിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട്. ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് റെസ്ക്യൂ ചെയ്തെടുക്കാൻ പറ്റും, പക്ഷെ ഇവരെന്തൊക്കെ നീടൊക്കെ എന്നുള്ള കാര്യം നമുക്ക് ഒന്നും കൂടി അന്വേഷിച്ചൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ദിവസം ഇപ്പൊ നമുക്ക് ആദ്യം ഒരാൾക്ക് വേണ്ടത് ഇപ്പൊ ഒരു വെള്ളപ്പൊക്കം അല്ലെങ്കിൽ അങ്ങനെ ഒരു നാച്ചുറൽ ഡിസാസ്റ്ററിൽ പെട്ട് വരുന്ന ഒരാൾക്ക് ആദ്യം വേണ്ടത് സുരക്ഷിതമായിട്ട് ഇടപെടണം. അത് നമ്മൾ ചെയ്തു കൊടുത്താൽ പിന്നീടാണ് കാമിങ് ആക്കുക. ഇവർ അത് കണ്ട് ഫംഗ്ഷനിങ്ങിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് എന്താണ് അവിടെ ആവശ്യം, അവരുടെ ആവശ്യങ്ങളിലോട്ട് നമ്മൾ ഒരു ബേസിക് നീഡ്സ് നമ്മൾ കൊടുത്താലും പിന്നീടുള്ള കാര്യങ്ങൾ
ഇപ്പൊ ഫസ്റ്റ് നമ്മൾ കൊണ്ടുവരുമ്പോൾ അവർക്ക് ഫുഡും പ്രോപ്പർ പ്ലേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അവർ ചിലപ്പോൾ അവിടെ നിന്ന് മാറ്റണമെങ്കിൽ മാറ്റാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഫുഡ്, സ്ലീപ്പ്, അവരെ ഹെൽപ്പ്, ഇതെല്ലാം ചെയ്യാം. പിന്നെ എഫിക്കസി എന്ന് പറഞ്ഞിട്ടൊരു കാര്യമാണ് ഈ പറയുന്നത്. ഒരു മിനിറ്റ്. എഫിക്കസി, ആത്മവിശ്വാസം, അവരുടെ കഴിവിനെ നമ്മൾ ഹെൽപ്പ് ഇത് ചെയ്യും. എഫിക്കസി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിവിനെ, കൊച്ചിവിടെ ഡിസ്ട്രാക്ട് അതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്. എഫിക്കസി, കഴിവ്, നിനക്ക് പറ്റും, നമ്മൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി അവരെ കൂടെ നിൽക്കുക. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് പോയിന്റ്സാ, ഒന്നും ഒന്നിനേക്കാൾ ഇതായിട്ടില്ല. അപ്പൊ നമ്മള് എഫിക്കസി, അവരുടെ ആത്മവിശ്വാസം വളർത്താൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും, നമുക്ക് കഴിയും, അങ്ങനെ ആ ഒരു രീതിയിലേക്ക് നമുക്ക് പോകാന്നാണ്. പിന്നെ 6 സേഫറിന്റെ 6 വരുന്നത് റിസോഴ്സസ്. അവരെ നമ്മൾ നേരത്തെ പറഞ്ഞ ലിങ്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ വരുന്നത്. റിസോഴ്സസ് അവരെ കണക്ട് ചെയ്യുക, അവർക്കുള്ള ഹെൽപ്പ്, ഡയറക്റ്റ് ഹെൽപ്പ് ഡെസ്ക്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം. നമ്മുടെ സ്റ്റേറ്റ് എമർജൻസി നമ്പർ 1078, പിന്നെ എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പർ 112, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ചെയ്യുക നമ്മള്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ PSFയുടെ 5 ലക്ഷ്യങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഹലോ, സോറി കേട്ടോ. യെസ് രശ്മി മാം. അപ്പൊ 5 ലക്ഷ്യങ്ങൾ കിട്ടിയോ നിങ്ങൾക്ക്? SFയുടെ സേഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയോ? ഫസ്റ്റ് സേഫറിലെ S സ്റ്റാൻഡ് ഫോർ കിട്ടിയോ? ഞാനൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ അത്? ഹലോ, ഹലോ, ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ് മാഡം. ഓക്കെ, സോറി, കൊച്ചു വന്ന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് നോ ഇഷ്യൂ. എന്താ ഇവിടെ എന്തൊരു മിസ്സിംഗ് ഫീൽ ചെയ്തു എനിക്ക്, അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ. എഫിക്കസി കഴിഞ്ഞു. നമ്മൾ റിസോഴ്സ് അല്ലേ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്? റിസോഴ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക് ചെയ്യിക്കാനുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യുന്നത്. അവരുമായിട്ടുള്ള ഫാമിലി, കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ലിങ്ക് ചെയ്യുക, ഹെൽപ്പ് ലൈൻ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നമുക്ക് ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ് എമർജൻസി നമ്പർ ഉണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സർവീസിന്റെ നമ്പർ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം വരുന്നതാണ് റിസോഴ്സിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഒരാൾക്ക് ഇപ്പൊ പ്രശ്നമുണ്ട്, നമുക്കിപ്പോ അറിയാം, നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ കാമിങ്ങിന്റെ ഭാഗമായിട്ട് എല്ലാ ഭാഗമായിട്ട് അവരെ സംബന്ധിച്ച് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം അവർക്ക് ഇമ്മീഡിയറ്റ് ഹെൽപ്പ് ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പൊ സൈക്കോളജിക്കൽ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഹെൽപ്പ് ചെയ്യാനിരിക്കുക. അതായത് നോർമലി സൈക്കോളജിസ്റ്റ് അല്ല, സോഷ്യൽ വർക്കർ അല്ല, ആ ഒരു പ്രൊഫഷണൽസ് അല്ലെങ്കിൽ അവിടെ ഹെൽപ്പ് ചെയ്യാതെ അവരെ നമുക്ക് ഈ ആ ഹെൽപ്പ് ലൈൻ നമ്പറിലോട്ട് അല്ലെങ്കിൽ ഹെൽപ്പ് ലൈൻ പേഴ്സൺസിലോട്ട് എത്തിക്കുക. അതും കൂടി കണക്ട് ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ ഒരു എന്താ പറയാ PSFA ചെയ്യുന്ന ഒരാളുടെ ഉത്തരവാദിത്വമാണ്. ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്ന ആള് ഇതും കൂടി അവരുടെ സേഫ്റ്റിയും കൂടി ഒന്ന് ഉറപ്പാക്കുക. അവരെല്ലാ രീതിയിലും ചെന്നിട്ടുണ്ട്. ഇൻ കേസ് അത് വേണ്ട, അവർക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്നും ഇല്ല എങ്കിൽ തന്നെ അവരുടെ സേഫ്റ്റി എന്ന് വെച്ചാൽ അവർ നമ്മൾ റിട്ടേൺ അവരുടെ വീട്ടിലോട്ട് പോയി. അവിടെ ചെയ്യാവുന്ന കാര്യമാണ്. അവർക്ക് നമുക്ക് വീണ്ടും അവരൊന്ന് ലിങ്ക് ചെയ്യുക, കണക്ട് ചെയ്ത് നിർത്തുക. ഓക്കെ അല്ലേ എന്നുള്ള ഇടയ്ക്കുള്ള ഇപ്പൊ ആശാ വർക്കർമാരായിട്ടോ അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള ആൾക്കാരായിട്ടോ അവരെ ബന്ധിപ്പിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ പറഞ്ഞല്ലോ PSFA എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ആർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യമാണ് PSFA. ഇന്ന ക്വാളിഫിക്കേഷൻ വേണ്ട, ഇന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു ഇതൊന്നുമില്ല. PSFA ആർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നമ്മളെ ബോഡിക്ക് നമ്മൾ പ്രഥമ ശുശ്രൂഷ നൽകുന്നത് പോലെ മൈൻഡിനും പ്രഥമ ശുശ്രൂഷ നൽകേണ്ടത് ആവശ്യമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി പറയാം. ഇതിൽ വൈഡ് ടോപ്പിക്കാണ്, പോയാൽ നമ്മൾ കുറെ സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഇതൊന്ന് ഷോർട്ടാക്കി പറയാം. നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഥമ ശുശ്രൂഷ, അത് ഫിസിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ചാൽ ഫിസിക്കലി ഒരു പ്രശ്നം നേരിടുന്ന ഒരാൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് വന്നോ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്താ കൊടുക്കുന്നത്, അതാണ് പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. സൈക്കോ സോഷ്യൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ അവരെ സാമൂഹികപരമായിട്ടും മാനസികപരമായിട്ടും ഒരാൾക്ക് ഒരു ദുരന്തത്തിലോ, പ്രകൃതി ദുരന്തമാവാം, നാച്ചുറൽ എന്തെങ്കിലും, അതായത് ലോസ് ആവാം, അപകടങ്ങളാവാം, എന്ത് തരത്തിലുള്ള ഇതായാലും ഒരു വ്യക്തി അവരുടെ മാനസികപരമായി നേരിടുന്ന ഒരു അവസ്ഥ, ആ സിറ്റുവേഷനിൽ അവരെ റെസ്ക്യൂ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സൈക്കോ സോഷ്യൽ ഫസ്റ്റ് എയ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിനും ജീവിതത്തിനും കൊടുക്കുന്ന ഇമ്മീഡിയറ്റ് ഹെൽപ്പ്. ഇതൊരു
സൈക്കോളജിക്കൽ സർവീസ് അല്ല, കൗൺസിലിംഗ് അല്ല, തെറാപ്പി അല്ല. നോർമൽ ആയിട്ടുള്ള ഏതൊരു ലേ പീപ്പിളിനും കൊടുക്കാൻ പറ്റിയൊരു പരിപാടിയാണ് ഈ സൈക്കോ സോഷ്യൽ ഫസ്റ്റ് എയ്ഡ് പ്ലസ് ഫസ്റ്റ് എയ്ഡ്. ഇതിൽ PSFക്ക് 3 കോർ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ലുക്ക്, ലിസൺ, ലിങ്ക്. 3 കാര്യങ്ങളുണ്ട്. നമ്മൾ അവരെ കറക്റ്റായിട്ട് സേഫ് ആക്കുക. അവരെ എവിടെയാണെന്നോ അവിടെ നമ്മൾ അവരെ കണ്ടെത്തി സംരക്ഷിക്കുക, അവരെ കേൾക്കുക, അവരെ സുരക്ഷിതരാക്കുക. ഇതാണ് ബന്ധിപ്പിക്കുക, പിന്നെ കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ പറയുന്നതാണ് 5 എയിംസ് ആണ് PSFക്ക് വരുന്നത്. അതിൽ സേഫർ എന്ന് പറയുന്നു. സേഫറിൽ S സ്റ്റാൻഡ് ഫോർ സേഫ്റ്റി, A ഫോർ ആർമിംഗ് ഓർ കാമിംഗ്, F ഫോർ ഫങ്ഷനിങ്, E ഫോർ എഫിക്കസി, R ഫോർ റിസോഴ്സ് ഓർ എന്താ പറയാ അവരെ നമ്മൾ ലിങ്ക്. ആ ഒരു ലെവലിലോട്ട് നമ്മൾ കൊണ്ടുപോവുക. നമുക്ക് ആർക്കും എപ്പോഴും ചെയ്യാം. ബോഡിക്ക് ഒരാളുടെ ബോഡി നമ്മൾ ഹീൽ ചെയ്യുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് മൈൻഡ് ഹീൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്കും എല്ലാവർക്കും പറ്റിയിട്ട് നമ്മളും ഈ പറഞ്ഞിട്ട് നാച്ചുറൽ, നമുക്കറിയാം കേരളത്തിന്റെ പ്രസന്റ് സിറ്റുവേഷൻ നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യണ കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ ആയിരിക്കാൻ പറ്റിയ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് അറിയാവുന്ന ഒത്തിരി പേര് ദുരന്തം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളും സേഫ് ആയിരിക്കുക, കാമായിരിക്കുക, മറ്റുള്ളവരെയും സുരക്ഷിതരാവാൻ ശ്രമിക്കുക. നമുക്ക് പറ്റുന്ന ഹെൽപ്പ് ലൈൻ സഹായങ്ങൾ, ചിലപ്പോൾ സാമ്പത്തികമാവാം, നമ്മുടെ സമയത്തിന്റെ ആവാം, വേറെ രീതിയിലാവാം. എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം നമുക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു, കൂടുതൽ പറഞ്ഞാൽ ടോപ്പിക്ക് തീരില്ല. അതുകൊണ്ട് ഞാനവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു. താങ്ക് യു സോ മച്ച് രശ്മി മാം. ഓക്കെ. ശരിക്കും ഈ ഒരു സമയത്തിൽ വേണ്ട ഒരു വിഷയം തന്നെയാണ് ഇന്ന് സെലക്ട് ചെയ്തത് രശ്മി മാം. താങ്ക് യു സോ മച്ച്. ഈ ഒരു സമയത്തിൽ ഈ ഒരു ടോപ്പിക്കിനോട് അനുബന്ധമായി എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ ഈ ഒരു സമയം ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എല്ലാവരും പരമാവധി ചുരുങ്ങിയ സമയത്തിൽ തന്നെ ഫീഡ്ബാക്ക് പറയാൻ ശ്രദ്ധിക്കുക. സോ ദാറ്റ് മറ്റുള്ളവർക്കും അതിനുള്ളൊരു അവസരം കിട്ടും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. താങ്ക് യു. താങ്ക് യു മാഡം. സെഷൻ വളരെ നന്നായിരുന്നു. ബേസിക്കലി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഇത്. പലരും പല സമയങ്ങളിലും ഇങ്ങനത്തെ ഒരു അവസരങ്ങളിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പകച്ചു നിൽക്കാറുണ്ട്. ബെസ്റ്റ് ഒരു സബ്ജക്റ്റ് തന്നെയാണ് മാഡം സെലക്ട് ചെയ്തത്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ സെഷൻ ടുഡേ. താങ്ക് യു ഫ്രാൻസിസ്. താങ്ക് യു മാം. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ആപ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു. നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഓവറോൾ നല്ലായിരുന്നു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു അർച്ചന മാം. ഗുഡ് ഈവനിങ് എവരിബഡി. ഗുഡ് ഈവനിങ് മാം. മാമിന്റെ ക്ലാസ് ശരിക്കും പറഞ്ഞ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ, കറന്റ് സിറ്റുവേഷനിൽ വളരെ ആപ്റ്റ് ആയിരുന്നു. കാരണം ഇപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന പലരുടെയും പരിസരങ്ങളിൽ ഈ ഒരു അവസ്ഥയിൽ കടന്നു പോകുന്ന പലരും ഉണ്ടാകാം. അപ്പം നമുക്കൊക്കെ എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. കാരണം എല്ലാ സാധാരണക്കാർക്കും ഓരോ ലേമനും ഇത് നമുക്ക് പ്രയോഗത്തിൽ വരുത്താം. നമ്മളുടെ തൊട്ടടുത്തോ നമ്മുടെ വീടുകളിലോ നമ്മളുടെ പരിസരത്തുള്ളവർക്കോ ആർക്ക് വേണമെങ്കിലും നമുക്ക് സ്വയം ഇത് ഉപയോഗത്തിൽ വരുത്താവുന്ന ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനൊരു ക്ലാസ് ഈ സമയത്ത് അത് മാം വളരെ കൃത്യമായിട്ട് തന്നെ അത് ഡെലിവറി ചെയ്തിട്ടുണ്ട്. താങ്ക് യു മാം. താങ്ക് യു ബബിത മാം. ഹലോ ലക്ഷ്മിജി. ഹലോ സർ. ഹലോ വേണു സർ. ഇതില് ഇതിനിടയ്ക്ക് നീറ്റിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് പറയാം. നീറ്റ് പരീക്ഷ റിസൾട്ട് വന്നതിന് ശേഷം തോറ്റു കഴിഞ്ഞാൽ കുറെ പേര് ദേ കമ്മിറ്റ് സൂയിസൈഡ്. വേറെ കുറെ പേര് ഇല്ല, കുറെ പേര് സ്ലൈറ്റ്ലി ദേ മേ ഫീലിംഗ് അൺഹാപ്പി. അപ്പൊ ഇവിടെയാണ് ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് നമ്മൾ പറയുന്നത്. അത് ആദ്യമേ തന്നെ എല്ലാവർക്കും, ഈ കുട്ടികൾക്ക് എല്ലാവർക്കും
അത് നേരത്തെ തന്നെ സെൽഫായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റണം. നമ്മൾ ഈ എക്സ്റ്റേണൽ സെൽഫ് ഇതല്ല, ഫസ്റ്റ് എയ്ഡ് അല്ല വേണ്ടത്. അപ്പൊ അവിടെയാണ് ഈ പാരൻസിന്റെ റോൾ. അപ്പൊ ഞാൻ ഓക്കെ ഏതൊരു കാര്യം ഞാൻ പറയണമെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ലൈഫിൽ അതിനെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. ഐ എം നോട്ട് എ തിയറിറ്റീഷ്യൻ. എൻ്റെ മകനെ അവൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യം പറഞ്ഞതാണ്, നെവർ നെവർ ട്രൈ ടു ബി നമ്പർ 1 ഇൻ ദി ക്ലാസ്. ഓക്കെ ഈ പാരന്റൽ എക്സ്പെക്ടേഷൻ ആണ് ക്ലാസ്സിൽ ഒന്നാമൻ ആകണം എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് സ്ട്രെസ്സായി കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത് ആയില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും തന്നെ പ്രശ്നമായി അവർക്ക്. ആദ്യം പറഞ്ഞത് നെവർ ട്രൈ ടു ബി നമ്പർ 1. എന്നിട്ട് അടുത്തത് ഞാൻ പറഞ്ഞു, ഐ വാസ് നെവർ നമ്പർ 1 ഇൻ മൈ സ്കൂൾ ഡേയ്സ്. ഞാൻ എൻ്റെ സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ ഒരിക്കലും നമ്പർ 1 ആയിരുന്നില്ല. എന്നിട്ട് റിയൽ വേൾഡിലെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഈ ഗാന്ധിജി, പുള്ളി നമ്പർ 1 ആയിരുന്നില്ല. ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്ന് പറഞ്ഞ ആൾ നമ്പർ 1 അല്ലായിരുന്നു. അതുകൊണ്ട് ഈ നമ്പർ 1 കൊണ്ട് ലോങ് ടേമിൽ ഒന്നും അക്കോംപ്ലിഷ് ചെയ്യാൻ പോകുന്നില്ല. അത് ആദ്യം ആ ചെറു പ്രായത്തിൽ തന്നെ അത് പറയുമ്പോൾ അവർക്കുടൻ തന്നെ ദേ വിൽ ഫീൽ കംഫർട്ടബിൾ ഇഫ് നമ്പർ 1 ആയില്ലെന്നുണ്ടെങ്കിൽ. ഇത് മറ്റേതായെന്ന് പറയാം, അവർക്ക് സ്ട്രെസ് ഉണ്ടാക്കി പിന്നെ അവരായിട്ടൊക്കെ പിന്നെയാണ് നിങ്ങൾ ഫസ്റ്റ് എയ്ഡും സെക്കൻഡ് എയ്ഡും തേർഡ് എയ്ഡുമായിട്ടൊക്കെ നടന്നാൽ മിക്കപ്പോഴും വർക്ക് ചെയ്യത്തില്ല. അപ്പോഴത്തേക്കും ദേ സ്റ്റാർട്ട് കമ്പയറിങ് ദംസെൽസ്. ഈ പറയുന്ന കമ്പാരിസൺ അവർ കമ്പയർ ചെയ്യാൻ തുടങ്ങി, ദേ വിൽ ഫീൽ മിസറബിൾ. അതുകൊണ്ട് നമ്പർ 1 ആവാൻ പാടില്ല. ഒരു 25 പിള്ളേരുണ്ടെങ്കിൽ ട്രൈ ടു ബി ഇൻ ദി ടോപ്പ് 20%. അത് ഞാൻ പറയും. അതായത് ഒരു 5 അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ പറയുന്ന ഈ നീറ്റും ഒന്നും സംഭവിക്കത്തില്ല. അത്രയും മാത്രമേ ഞാൻ പറഞ്ഞു നിർത്തുന്നു. ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിലാണെന്ന് വെച്ചാൽ ഒരു ആദ്യം മറ്റേ സ്കൂളിൽ പോകുന്നപ്പോൾ തന്നെ LKG മുതൽ തന്നെ തുടങ്ങുകയാണ് ഈ പാരൻസിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇങ്ങനെ മോണിറ്റർ ചെയ്ത് നിനക്ക് എത്ര കിട്ടി, അപ്പുറത്തെ കുട്ടിയുടെ എത്രയാണ് ഇവർ അവളിൽ കൂടെ സംസാരിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. ഇവിടെ ഫസ്റ്റ് എയ്ഡും സെക്കൻഡ് എയ്ഡും ഒന്നും വർക്ക് ചെയ്യത്തില്ല. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. സാർ പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മൾ പക്ഷേ ഫസ്റ്റ് എയ്ഡിന്റെ സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രം അത് പറഞ്ഞതാണ്. താങ്ക് യു സാറിന്റെ വിലയേറിയ അഭിപ്രായത്തിന് നന്ദി. താങ്ക് യു വേണു സർ. ഇനി ആർക്കും ഫീഡ്ബാക്ക് പറയാനില്ല, ആഡ് ഓൺ ഇല്ല എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ് ദ സെഷൻ അല്ലേ രശ്മി മാം? ഓക്കെ. സോ താങ്ക് യു സോ മച്ച് രശ്മി മാം. ഈ ഒരു തോട്ട്ഫുൾ ആയിട്ടുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷനോട് അനുബന്ധിച്ച് ഈ ഒരു ടോപ്പിക് എടുത്ത് ഇതിൽ സെഷൻ എടുത്ത് തന്നതിനും അതുപോലെ തന്നെ മാമിന് നല്ലൊരു ഇൻട്രോ തന്ന കൃഷ്ണ മാമിനും താങ്ക് യു സോ മച്ച്. അതുപോലെ നമ്മൾ ഇത്രയും നേരം വെൽക്കം. അതുപോലെ ഇത്രയും നേരം നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് നമ്മൾ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മൾ മറ്റൊരു ട്രെയിനറുമായി ഫ്രൈഡേ വീണ്ടും കണ്ടുമുട്ടുന്നതാണ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. Good night. Thank you.